എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. സജി മഞ്ഞക്കടമ്പിൽ PV അൻവർ പ്രചാരണത്തിന് പോലും ഇറങ്ങുന്നില്ലല്ലോ. അൻവറിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. PV അൻവർ നല്ല മറ്റുള്ള സ്ഥാനാർത്ഥികളെക്കാൾ എന്ന് പറഞ്ഞാൽ ആള് കൂട്ടി ഓളം വെച്ചുള്ള പ്രചരണമല്ല, അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആണോ? ഇടതുപക്ഷ ജനാധിപത്യയുടെ നയങ്ങളിൽ അല്ലെങ്കിൽ ആ ഭരണത്തിൽ ദുർഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അഴിമതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ മുന്നണിയിൽ നിന്നും രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ച് ഇറങ്ങി UDF ശക്തിപ്പെടുത്താനായി അല്ലെങ്കിൽ UDF കടന്നു വരാൻ അദ്ദേഹം ഇറങ്ങി വന്നു. UDF അനുമതിയോടുകൂടി എന്നിട്ട് ഇറങ്ങി വന്ന ശ്രീ PV അൻവറിനെ പെരുവഴിയിൽ നിർത്തിക്കൊണ്ട് അപമാനിച്ചില്ലാതാക്കുവാൻ വേണ്ടി പ്രതിപക്ഷ നേതൃത്വവും അതോടൊപ്പം CPM തമ്മിൽ ചേർന്ന് ഒരു ഒത്തുകളി നടത്തി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ആ നീക്കത്തിനെതിരെ നിലമ്പൂരിലെ ജനാധിപത്യ വിശ്വാസികൾ അവർ സടകുടഞ്ഞെഴുന്നേറ്റ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പിന്നെ PV അൻവർ അല്ല സടകുടയുന്നതും പ്രചാരണം നടത്തുന്നതും ഒരിടത്തും കാണുന്നില്ലല്ലോ ശ്രീ സജി. PV അൻവർ തന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നതായി കാണുന്നില്ല. രാവിലെ ഒരു വാർത്താ സമ്മേളനം വിളിക്കും, അതിൽ പരമാവധി ചാനലുകളുടെ എയർ ടൈം കിട്ടാൻ ശ്രമിക്കും. അത് കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഇങ്ങനെ ചാനലുകളോട് സംസാരിക്കും. അതിനപ്പുറത്തൊന്നും ഒരിടത്തും കാണുന്നില്ല. ഇങ്ങനെയാണോ കഴിഞ്ഞ തവണയൊക്കെ അൻവർ പ്രചാരണം നടത്തിയത്? കഴിഞ്ഞ തവണ അൻവർ പ്രചാരണം നടത്തിയതിന്റെ 10-1 പ്രചരണം ഈ തവണ അൻവറിന് നടത്തേണ്ട സാഹചര്യമില്ല. എന്ന് പറഞ്ഞാൽ അവിടുത്തെ അദ്ദേഹത്തെ വഞ്ചിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് പരിപൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിശബ്ദമായി അവിടുത്തെ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യം, മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായി, ഇതൊക്കെ നിശബ്ദ പ്രചാരണം നടക്കുന്നതെന്നായിരുന്നല്ലോ. ഇന്ന് അൻവറിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇന്ന് അദ്ദേഹം പ്രധാനപ്പെട്ട സാമുദായിക അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ സന്ദർശിച്ചുകൊണ്ട് അവരുടെയൊക്കെ പിന്തുണ നേടുന്നതിനുള്ള നീക്കമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ടല്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഞാൻ പറഞ്ഞില്ല അവിടുത്തെ മാധ്യമങ്ങളുടെ മുന്നിലാണ് പുള്ളിയുടെ യഥാർത്ഥ പ്രചാരണം. വാർത്താ സമ്മേളനമാണല്ലോ മെയിൻ. ഇവൻ ശരിയല്ല. അല്ല, വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ. എല്ലാവരുടെയും വീട്ടിൽ പോയി നമുക്ക് ഒരുപക്ഷെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ജനങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ വഴിയുമാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയെ കാണുന്ന ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ കാണുന്ന ജനങ്ങൾ സോഷ്യൽ മീഡിയയിലും അൻവറിന് വലിയ പിന്തുണയില്ലല്ലോ. 2016-ലും 2021-ലും ഒക്കെ അൻവർ മത്സരിക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അൻവർ കടന്നൽ രാജയായിരുന്നു. ഒരു പോസ്റ്റ് ഇട്ടാൽ 1 മിനിറ്റ് കൊണ്ട് 10,000 ഷെയർ ചെയ്യപ്പെടുന്ന ആളായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ. എന്ത് പറ്റി? കേൾക്കുന്നില്ല. സ്വാഭാവികം. കമ്പിളി പുതപ്പാണ്. തിരിച്ചു വരാം. അല്ല, നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ഞങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കും ആശങ്ക വേണ്ട. ഇവിടെ ഈ നിലയിൽ കഴിഞ്ഞ ഒരാഴ്ച കൂടെ നോമിനേഷൻ കൊടുത്തപ്പോൾ തന്നെ മത്സരിക്കുന്ന തൃണമൂൽ സ്ഥാനാർത്ഥിയാണോ? ആ സ്വതന്ത്ര അദ്ദേഹത്തിന് പാർട്ടി ചിഹ്നം ലഭിക്കാതെ പോയി നമുക്കതൊരു ഗൂഢാലോചന ഫലമാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇവിടെ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് എന്താണ് എനിക്കതല്ല തലക്കോളം കഴിഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. എങ്ങനെ കൂടാതെ ഇങ്ങനെ നമ്മൾ ഈ നാടിനെ പട്ടിയാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കില്ല, പ്രചരിപ്പിക്കരുത്. 2006 അല്ലെങ്കിൽ 2016 ദേശീയ കക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് 2026 വരെ ദേശീയ കക്ഷി തന്നെയാണ്. ആ നിലയിൽ ദേശീയ കക്ഷി എന്ന നിലയിൽ പ്രിയപ്പെട്ട PV അൻവറിന്റെ പത്രിക ഇവിടെ അംഗീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും ആയി ചില ഗൂഢാലോചനകൾ ഇതിനിടെ നടന്നിട്ടുണ്ട്. ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും അതിന്റെ അനുവാദകരും അടക്കമുള്ള ആളുകൾ മാത്രം സംസ്ഥാന പാർട്ടിയല്ലേ? ദേശീയ ബംഗാളിലെ സംസ്ഥാന പാർട്ടി ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ സ്വതന്ത്രർക്ക് ബാധകമായ 10 ആളുകളുടെ പിന്തുണ വേണം. അതിനുശേഷമേ ഈ ചിഹ്നം സംബന്ധിച്ച സംസ്ഥാന പാർട്ടിയുടെ ഈ കത്തിനൊക്കെ പ്രസക്തിയുള്ളൂ. ആദ്യഘട്ടത്തിലെ 10 ആളുകൾ എന്നുള്ളത് തന്നെ അൻവറിന് അറിയാത്തതല്ല. മനഃപൂർവ്വം അൻവർ അവിടെയും പറ്റിച്ചു. ഒരിക്കലുമല്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൊടുത്തതിന് അദ്ദേഹം വേണ്ട കൃത്യമായി ഒപ്പുകളിട്ടിട്ടുണ്ട്. ദേശീയ പാർട്ടിയുടെ കത്തോട് കൂടി കൊടുക്കുമ്പോൾ അത്തരത്തിലോ 10 പേരുടെ ഒപ്പിന്റെ ആവശ്യമില്ല. അത് തെറ്റായ പ്രചരണമാണ്.
പക്ഷെ ചിഹ്നം ലഭിക്കുന്നില്ല എന്ന് ഒരു അപാകത മാത്രം. മമതാ ബാനർജി വരുമോ? നേതൃത്വം മമതാ ബാനർജി വരുമോ? കോൺഗ്രസിന്റെ അത് വരുന്ന ദിവസങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശ്രീ പി.വി. അൻവർ അറിയിക്കും. അല്ലെങ്കിൽ അൻവർ പറഞ്ഞത് നിരവധി മന്ത്രിമാർ, എത്ര എംപിമാർ എംഎൽഎമാർ വേണമെന്ന് അൻവർ പറഞ്ഞാൽ മതി, അത്രയും പേർ. എന്തായാലും 10 മന്ത്രിമാരെങ്കിലും മിനിമം, മമത അടക്കമുള്ള ദേശീയ നേതാക്കൾ, അങ്ങനെയൊക്കെയാണ് അൻവർ പറഞ്ഞിരുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പൊ അൻവറിന് പ്രധാന മമതാ ബാനർജി അടക്കമുള്ള അവിടുത്തെ മന്ത്രിമാർ മുഴുവൻ ഇവിടെ വന്ന് അൻവറിന് വേണ്ടി പ്രചരണം നടത്തേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട പി.വി. അൻവറിനെ അറിയാം. എങ്കിലും ദേശീയ നേതൃത്വത്തിൽ നിന്ന് നേതാക്കന്മാർ ശ്രീ പി.വി. അൻവറിന്റെ വിജയത്തിന് വേണ്ടി ഇവിടെ എത്തുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതിനെ സംബന്ധിച്ച് വരുന്ന കൃത്യമായ വിശദീകരണം അത് പ്രിയപ്പെട്ട ശ്രീ പി.വി. അൻവർ പാർട്ടിയുടെ നാളെ പത്രിക പിൻവലിക്കും. ഒരിക്കലും അങ്ങനെ ആരും വ്യാമോഹിക്കേണ്ട. പത്രിക പിൻവലിക്കാനല്ല അദ്ദേഹം പത്രിക കൊടുത്തിരിക്കുന്നത്. ഏതായാലും ആ പത്രിക അവിടെ ഉണ്ടാവും. അവിടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശ്രീ പി.വി. അൻവർ നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം നടത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ തെരഞ്ഞെടുക്കപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ 250 രൂപ തളവില പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അധികാരത്തിൽ വന്നത്. വിലക്കയറ്റം പോലും ഗവൺമെന്റ് സാധിക്കുന്നില്ല. റബ്ബറിന്റെ ഇപ്പോഴത്തെ വില 250 രൂപ കൂടുതലാണ് ഇന്നത്തെ വില. കേൾക്കുന്നില്ല? അല്ല, ആവശ്യമുള്ളതൊന്നും കേൾക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, റബ്ബർ മാത്രമല്ലല്ലോ. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ സ്ഥാനാർത്ഥി ശ്രീ ഷൗക്കത്ത്, ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹം ഇവിടുത്തെ വിവിധ സമുദായങ്ങളെ അല്ലെങ്കിൽ വെറുപ്പിച്ച് അല്ലെങ്കിൽ നിലമ്പൂരുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ നിലമ്പൂരുകാരുടെ സമ്മതമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ജനപ്രിയ നേതാവായിരിക്കുന്ന ശ്രീ പി.വി. അൻവർ വിജയിക്കും. ഇയാളുടെ കോൺഫിഡൻസ് സമ്മതിക്കണം. എന്തൊക്കെ മണ്ഡലങ്ങളെ വിളിച്ച് കയറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി.വി. അൻവറിന് വിജയിക്കാനുള്ള വോട്ട് ലഭിക്കും, യാതൊരു സംശയവുമില്ല. അൻവർ പറഞ്ഞ 25,000 എന്നാണ്. സജി എത്ര കൊടുക്കും? ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അയ്യോ, അൻവർ 25,000 എന്നാ നോമിനേഷൻ കൊടുത്തപ്പോൾ 25,000 വോട്ട് ലഭിച്ചു. ഇന്ന് അദ്ദേഹം പറഞ്ഞ കണക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? 75,000 വോട്ടുകൾ അദ്ദേഹം പിടിച്ച് അദ്ദേഹം വിജയിക്കും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? അദ്ദേഹത്തിന് രാവിലെ കണക്കുകൾ കൃത്യമായി അദ്ദേഹം നിരത്തിയിരുന്നു. സജിയുടെ അവകാശവാദങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ഇല്ലായ്മ ചെയ്യുവാൻ CPM-ഉം എടുത്ത് UDF-ഉം കൂടി നടത്തുന്ന ആ വഞ്ചനയ്ക്കെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ അതിശക്തമായി പ്രതികരിക്കും. ആ പ്രതികരണം വോട്ടായി മാറും. അതിലെ വോട്ടെണ്ണുമ്പോൾ, തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എണ്ണുമ്പോൾ ശ്രീ പി.വി. അൻവർ വിജയിക്കും, യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, നിലമ്പൂരിൽ ഇപ്പോൾ യഥാർത്ഥ പോരാട്ടം UDF-ഉം LDF-ഉം തമ്മിലായോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടമായി നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറിയോ? അങ്ങനെ നമ്മൾ ഒരു സംശയത്തിൻ്റെ പോലും ആവശ്യമില്ല. അവിടെ UDF-ഉം LDF-ഉം തമ്മിൽ നേർക്കുനേറുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുകയാണ്. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? പിന്നെ ഈ മഞ്ഞക്കടപ്പൻ ഓരോന്ന് പറയുന്നുണ്ട്. നമുക്ക് ആളുകൾക്ക് സ്വപ്നം കാണുന്നതിന് ഇന്ത്യൻ ഭരണഘടനയിൽ യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. വ്യാമോഹങ്ങൾ അരുതെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? അദ്ദേഹം അൻവർ വീട്ടിലിരുന്നാൽ മതി, ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചോളും. അദ്ദേഹത്തിന് തൃണമൂലിൻ്റെ ചിഹ്നം കിട്ടാതെ പോയി, അല്ലെങ്കിൽ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് വരാൻ കഴിയാതിരുന്നത് ആരോ ഗൂഢാലോചന നടത്തിയിട്ടാ? ആര് ഗൂഢാലോചന നടത്തിയിട്ടാ? അദ്ദേഹം 2 തവണ ജയിച്ചതാ. ഒരു തവണ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായിട്ട് മത്സരിച്ചതാ, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാ. ഇത്രയും പരിചയസമ്പത്തുള്ള ഒരാളിന് എങ്ങനെയാണ് പത്രിക സമർപ്പിക്കേണ്ടത്, എത്ര പേരുടെ ഒപ്പ് വേണം, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഇതാരോടാ പറയുന്നത്? ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 75,000 വോട്ട് അദ്ദേഹത്തിന് കിട്ടുമെന്നാണ്. എന്തൊക്കെയാണ് ഇതവിടെ അൻവർ സത്യത്തിൽ പറഞ്ഞ ഒരു ഘടകമേ അല്ല. അത് എന്തൊക്കെയാണ് അൻവറിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ പറയുന്നത്? വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ.
ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള ഒരു വ്യക്തിപരമായ അജണ്ട പുള്ളി നിലമ്പൂരിൽ മുന്നോട്ട് വെച്ചതോടുകൂടി തന്നെ, അല്ലെങ്കിൽ ആര്യാടനെ ശത്രുവാക്കി UDF-നെ ശത്രുവാക്കി മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ ഉയർത്തിയ രാഷ്ട്രീയം അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു വന്നത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ വിവാദപരമായ പ്രസ്താവന അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ബിനു ശ്രദ്ധിച്ചു കാണും. കാരണം അദ്ദേഹം പറഞ്ഞ എന്താ, ഈ വാർത്ത അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ അച്ചടിച്ച് വന്ന ഹിന്ദു ദിനപത്രം CPM പ്രവർത്തകർ അന്നത്തെ പത്രം മുഴുവൻ വാങ്ങിച്ചങ്ങ് നശിപ്പിച്ചു. ഹിന്ദു പത്രമേ മുഴുവൻ അങ്ങ് നശിപ്പിച്ചു. പിന്നെ ആരാണ് ഇത് കേരള ജനതയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്? അത് ഞാനാ, അത് അൻവറാ. അൻവർ അന്ന് വൈകുന്നേരം കോഴിക്കോടോ മറ്റോ നടത്തുന്ന ഒരു പൊതുയോഗത്തിൽ ഈ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വസ്തുത പുറത്തേക്ക് പറഞ്ഞു. അങ്ങനെയാണ് കേരളം അറിഞ്ഞത് എന്ന് മുതലായ ഇത്തരത്തിലുള്ള എന്താ പറയുക, അവമാനിക്കരുത്. ഇത് പറഞ്ഞുകൊണ്ടാണ് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഒരു കാര്യം ഓർത്ത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയാണ്, ഈ ദേശീയപാത നിർമ്മാണത്തിന് പണം കൊടുത്തത് കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും ആണ്. അതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ അറിഞ്ഞതെന്നാണ്. അത് ആദ്യ ദിവസം തന്നെ, അതായത് കേരളം മാത്രമാണെന്ന് CPM നേതാക്കൾ പറഞ്ഞപ്പോൾ തന്നെ എത്രയോ ആളുകൾ എത്രയോ ചർച്ചകളിൽ പാർലമെൻറ്റിൽ കൊടുത്ത കണക്ക് വെബ്സൈറ്റിലെ വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തിയതാണ്. ഇത് അതായത് 2-3 ദിവസം മുമ്പ് അദ്ദേഹം പറയുകയാണ്, ഞാനല്ലേ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്. അമ്മാതിരി അവകാശവാദമാണ്. അതെ, അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള അവകാശം. അത് ഈ ഷാജി അൻവർ പറയുന്നതൊക്കെ കേട്ടിട്ട് താങ്കൾ പറയുകയാണ് 75,000 വോട്ട് നേടി, അല്ലെങ്കിൽ വലിയ പ്രചരണമൊന്നും കൂടാതെ ഈ ജനങ്ങൾ ഒരു ജനകീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ജയിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഇതാരാ വിശ്വസിക്കുക? അല്ല ആയിക്കോട്ടെ, എനിക്കൊരു വിരോധവും ഇല്ല. ശ്രദ്ധിക്കണമെന്ന് താങ്കളോടുള്ള സൗഹൃദത്തിന്റെ പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാം. വലിയ സന്തോഷമാണ്. അതായത് പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരാണെന്ന് ചിന്തിക്കരുത്, അങ്ങനെ കരുതരുത്. സാറ് മാത്രമാണ് ബുദ്ധിമാനെന്ന് സാറ് ചിന്തിക്കരുത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അങ്ങ് മാത്രമാണ് ബുദ്ധിമാനെന്ന് അങ്ങ് ചിന്തിക്കരുത്. എല്ലാവർക്കും മഞ്ഞക്കടമ്പിൽ നിന്നുള്ള പേര് മഞ്ഞ അലമ്പിൽ നിന്നും ആക്കാൻ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ പണിക്കർ? ശ്രീ സജി മഞ്ഞക്കടമ്പന്റെ ഒരു ആത്മവിശ്വാസം അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രി, ബംഗാളിലെ മുഖ്യമന്ത്രി, 10 മന്ത്രിമാര്, ചോദിക്കുന്ന MP-മാരെല്ലാം ചേർന്ന് 1,900 പേര് ഇവിടെ പ്രചരണത്തിന് വരുമെന്നാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രചരണത്തിന് വരുന്നത്? TMCയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണോ? ഈ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. ഈ സജി മഞ്ഞക്കടമ്പൻ തൃണമൂൽ കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്തു എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ദേശീയ പാർട്ടിയാണോ അല്ലയോ എന്ന് പോലും അറിയില്ല. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഏതാണ്ട് 2026 വരെ നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് ഉണ്ടെന്നാണ്. അത് 2 കൊല്ലവും 2 മാസവും മുമ്പ് ആ സ്റ്റാറ്റസ് പോലും പോയി. വന്ന് ബംഗാളിൽ നിന്ന് 10 മന്ത്രിമാരെ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ഥാനാർത്ഥിക്ക് ബാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് എണ്ണിയെടുത്തിട്ട് 10 പേരെ കൊടുക്കാനായിട്ടില്ല. ഇവിടെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ശ്രീ സജി മറുപടി പറയേണ്ട ചോദ്യം അതാണ്. എന്താണ് അൻവറിന്റെ കാൻഡിഡേച്ചർ കൊണ്ട് TMC അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രതിരോധ മുന്നണി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു നടത്തു പോണ മാതിരില്ല. ആരെയാണ് എതിർക്കുന്നത്? പിണറായി സത്തിനെ എതിർക്കുന്നു എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. അൻവർ എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത് പിണറായി സത്തിനെ എതിർക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അതിനെതിരെ വോട്ട് ചെയ്യേണ്ടുന്ന ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യണം? പിണറായി സത്തിനെയാണ് ഞാൻ പരാജയപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അവിടുത്തെ ഒരു വോട്ടറാണ്. ഞാൻ എന്തിന് അൻവറിന് വോട്ട് ചെയ്യണം? എന്താ ഉറക്കം വരുന്നു? പിണറായി സത്തിനെതിരായിട്ടുള്ള വോട്ടുകളെല്ലാം അങ്ങനെയാണെങ്കിൽ കൂടുതൽ ജയസാധ്യതയുള്ള കോൺഗ്രസിലേക്കല്ലേ പോകേണ്ടത്? അങ്ങനെയെങ്കിൽ കോൺഗ്രസിലേക്ക് പോകുന്നതിനെ തടയുന്നതിനും വോട്ടിനെ ഭിന്നിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അൻവർ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിണറായി സത്തിനെ തളർത്താനാണോ വളർത്താനാണോ അദ്ദേഹം മത്സരിക്കുന്നത് ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ആളുകളോടല്ലേ ചോദിക്കേണ്ടത്? ശ്രീ സജി പെട്ടെന്ന് അതിനുള്ള മറുപടി പറയാം. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കൂ. ഇപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥി അദ്ദേഹം ഏത് ചിഹ്നത്തിലാകട്ടെ മത്സരിക്കട്ടെ, സ്വതന്ത്രനായിക്കോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഈ എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം?
എന്തോന്നാടോ ഇത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അദ്ദേഹത്തിന് എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അദ്ദേഹത്തെ ഭയപ്പെടുന്നതുകൊണ്ടല്ലേ നിങ്ങൾ രണ്ടു കൂട്ടർ കൂടെ ചേർന്ന് ഇവിടെ എന്താ പറയുക ഡമ്മി ഈ സ്ഥാനാർത്ഥിയെ കൊടുത്ത് അല്ല അതായത് അപരനെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കടാ. PV അൻവർ വോട്ട് അദ്ദേഹത്തിന് ലഭിക്കും, അദ്ദേഹത്തിന് വോട്ട് പിടിച്ച് അദ്ദേഹം വിജയിക്കുമോ എന്നുള്ള ഭയപ്പാടാണ് ഈ പറഞ്ഞ ഈ അപരനെയൊക്കെ കൊടുത്ത് ഏതൊക്കെ തരത്തിൽ ശ്രീ PV അൻവറിനെ അപമാനിക്കാമോ അത് ചെയ്യുന്നതിന് വേണ്ടി വളരെ 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 ആസൂത്രിതമായി ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ നടക്കുന്നു. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. PV അൻവറിനെ ആർക്കും അപമാനിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ സജീവ് പഞ്ചാബ് അദ്ദേഹം തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ കുറിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ യോജിക്കുന്നതാണ്. അദ്ദേഹം അങ്ങനെ സ്വയം ആ പറഞ്ഞ വസ്തു തലയിൽ ഒഴിച്ചുകൊണ്ട് കേരളത്തിന്റെ മുന്നിൽ നിൽക്കുകയല്ല. എനിക്ക് ഈ പെണ്ടിയോട് പറയാനുള്ളത്, ഈ കേസൊന്ന് അവസാനിക്കട്ടെ. ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് PV അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക. ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കാൻ ശക്തിയുള്ള ഒരു മനുഷ്യൻ പോലും ഈ കേരളത്തിൽ ഉണ്ടാവില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.